ഇലക്ഷൻ കഴിഞ്ഞു, വോട്ടുകളെല്ലാം പെട്ടിയിലായി. ഇത്തവണ ഏറ്റവും കടുത്ത മത്സരം നടന്ന ഒരു മണ്ഡലമാണ് ഇടുക്കി അസംബ്ലി മണ്ഡലം. ഇടുക്കിയുടെ ഓരോ മുക്കും മൂലയും അറിയുന്ന, ഇടുക്കിയിലെ ജനങ്ങളെ പേരെടുത്ത് വിളിക്കുന്ന റോഷി തന്നെ ഇത്തവണയും ജയിക്കണമെന്നാണ് ഇടുക്കിയിലെ സാധാരണക്കാരായ ജനങ്ങളും കർഷകരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇത്തവണ റോഷിയുടെ എതിരാളികൾ അവരുടെ ചിഹ്നത്തെ ബൂസ്റ്റ് ചെയ്താണ് പ്രചരണ പരിപാടികൾ പ്രധാനമായും കൊഴുപ്പിച്ചത്. ശരിക്കും ഇതൊരു വിരോധാഭാസമായി തോന്നാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് മണ്ഡലങ്ങളിൽ ഇക്കൂട്ടർ സ്ഥിരമായി അവരുടെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുകയും സ്ഥിരമായി പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ വർഷങ്ങളായി കാണുന്നതാണ്. അങ്ങനെയുള്ള അവസരത്തിൽ ഈ ചിഹ്നമാഹാത്മ്യം ഇടുക്കിയിൽ വിലപ്പോകുമോ എന്നുള്ളതാണ് അവിടുത്തെ സാധാരണ ജനം ചോദിക്കുന്നത്. കഴിഞ്ഞ 25 വർഷങ്ങളായി, അതായത് 1/4 നൂറ്റാണ്ടായി ഇടുക്കിയുടെ MLA ആയി തുടരുന്നത് റോഷിയുടെ കഠിനാധ്വാനം കൊണ്ടും റോഷി ഡൗൺ ടു എർത്തായ ഒരു യുവ നേതാവായിരുന്നതിനാലുമാണ്. ഇടുക്കി മണ്ഡലത്തിലെ മാത്രമല്ല, ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് തുടങ്ങിയ ഹൈറേഞ്ച് മണ്ഡലങ്ങളിലെ എല്ലാ റോഡുകളും അതിമനോഹരമായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതും കഴിഞ്ഞ 10 വർഷങ്ങളായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതും. ഇടുക്കി മലമടക്കുകളിലെ ഗ്രാമീണ പഞ്ചായത്ത് റോഡുകൾ എല്ലാം തന്നെ ലോ റേഞ്ചിലെ ഗ്രാമീണ പഞ്ചായത്ത് റോഡുകളെക്കാളും എന്തുകൊണ്ടും ഒരുപിടി മുന്നിലാണ്. റോഷിയെപ്പോലെ ചുറുചുറുക്കുള്ള ഒരു MLAയുടെ വരവ് ഹൈറേഞ്ചിലെ മറ്റെല്ലാ മണ്ഡലങ്ങൾക്കും ഒരു പുത്തൻ ഉണർവാണ് നൽകിയത്. അന്നു തൊട്ട് ഇന്ന് വരെ ഹൈറേഞ്ചിലെ എല്ലാ MLAമാരും എല്ലാ ജനപ്രതിനിധികളും ഒരു മത്സരബുദ്ധിയോടെ, ഗുഡ് നേച്ചേർഡായ മത്സരബുദ്ധിയോടെ തങ്ങളെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയും താങ്കളുടെ മണ്ഡലങ്ങളിൽ വികസനമെത്തിക്കുകയും ചെയ്തു. ഇടുക്കി മെഡിക്കൽ കോളേജ് റോഷിയുടെ ഇച്ഛാശക്തിയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ അസൗകര്യങ്ങൾ ചികഞ്ഞെടുത്ത് അതിനെ നിസ്സാരവൽക്കരിക്കുവാൻ വിഫല ശ്രമങ്ങൾ നടത്തുന്ന എതിരാളികൾ മനസ്സിലാക്കേണ്ട 1-2 വസ്തുതകൾ കൂടിയുണ്ട്. എന്നും എല്ലാ കാലഘട്ടത്തിലും ചെറുതും വലുതുമായ എല്ലാ തെരഞ്ഞെടുപ്പിലും UDFനെ മാത്രം വിജയിപ്പിക്കുന്ന, UDFന് സമ്പൂർണ്ണ മേൽക്കോയ്മ നൽകുന്ന ഒരു ജില്ലയാണ് എറണാകുളം. ഈ എറണാകുളം ജില്ലയിലെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇവർ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. UDF MLAമാർക്ക് എന്നും മേൽക്കോയ്മയുള്ള എറണാകുളം ജില്ലയിലെ മെഡിക്കൽ കോളേജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതിൻ്റെ സൗകര്യങ്ങൾ എത്ര, അതിൻ്റെ അസൗകര്യങ്ങൾ എന്ത്, ഈ ഇടുക്കി മെഡിക്കൽ കോളേജിനെയും റോഷിയെയും വിമർശിക്കുന്നവർ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. വികസനം എത്തണമെങ്കിൽ സ്ഥിരമായി ജയിച്ചാൽ മാത്രം പോരാ, ഇച്ഛാശക്തിയും ആത്മാർത്ഥതയും ജനങ്ങളോട് പ്രതിബദ്ധതയും ഉണ്ടാകണമെന്ന് റോഷി നമുക്ക് കാണിച്ചു തരുന്നു. ഒപ്പം ആനയും അമ്പാരിയുമുള്ളപ്പോൾ സൈക്കിൾ സവാരിയും സൈക്കിൾ യാത്രകളും ചെയ്യുന്ന, സൈക്കിളിൽ ക്യാമ്പയിനും നടത്തുന്ന MLAമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ദുരന്തമുഖത്ത് റോഷിയെപ്പോലെ സധൈര്യം നിലകൊണ്ട, ജനങ്ങൾക്കൊപ്പം നിലകൊണ്ട 2018 മഹാപ്രളയത്തിൽ ജനങ്ങളിൽ ഒരുവനായി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ റോഷിയെപ്പോലെ ഒരു MLAയെ കാണാൻ വളരെ അപൂർവമായേ കിട്ടുകയുള്ളൂ. സോഷ്യൽ മീഡിയ പ്രചരണത്തിൻ്റെ കാര്യത്തിലും സൈബർ അറ്റാക്കുകളുടെ കാര്യത്തിലും റോഷിയുടെ എതിരാളികൾ മുന്നിലാണ്. എന്നാൽ ഇടുക്കിയിലെ അധ്വാനിക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ, ഇടുക്കിയിലെ അധ്വാനിക്കുന്ന കർഷകരുടെ മനസ്സിൽ റോഷിക്കാണ് സ്ഥാനമെന്ന് 2026 മെയ് 4 ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകൂ. ഇടുക്കിയിൽ റോഷിയാണ് ജയിക്കേണ്ടത്. ഇടുക്കിയിൽ റോഷിയെ ജയിക്കൂ.